നമസ്കാരം, ജനക്ഷേമത്തിലേക്ക് സ്വാഗതം. ഭാരതത്തിൽ കിഴങ്ങുവർഗ്ഗ വിളകളെക്കുറിച്ചുള്ള ഗവേഷണം, സംരക്ഷണം, വ്യാപനം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ കീഴിൽ തിരുവനന്തപുരം ശ്രീകാര്യത്ത് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് CTCRI. ഈ സ്ഥാപനത്തെക്കുറിച്ച് മുൻപ് സംപ്രേഷണം ചെയ്ത എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് ഈ അധ്യായം. കഴിഞ്ഞ 2007 മുതൽ 2025 വരെ CTCRI ഇങ്ങനെ ഒരു 54 വിവിധ ടെക്നോളജികളുടെ, സാങ്കേതിക വിദ്യകളുടെ ലൈസൻസിങ് എന്നാണ് അതിന് പറയുന്നത്. ലൈസൻസിങ് ഞങ്ങൾ ഒരു 104ഓളം ലൈസൻസുകൾ കഴിഞ്ഞ 2007 മുതൽ 2025 വരെ കൊടുത്തിട്ടുണ്ട്. അതിൽ പലതുകൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഉദാഹരണമായിട്ട് ജൈവ കീടനാശിനികൾ, മരച്ചീനി ഇല എന്ന് പറയുന്ന ഒരു ക്രോപ്പ് റെസിഡ്യൂ ആണ്, നമുക്കതിന് വലിയ മറ്റുപയോഗമില്ല. പക്ഷേ CTCRI വർഷങ്ങളായി വികസിപ്പിച്ചെടുത്ത 3 ജൈവ കീടനാശിനികളുണ്ട്. നന്മ, മേന്മ, ശ്രേയ. ഇത് വളരെ പ്രസിദ്ധമാണ്, CTCRIയുടെ സിഗ്നേച്ചർ ടെക്നോളജി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ സാങ്കേതികവിദ്യ അടുത്ത കാലത്ത് ഞങ്ങളൊരു ഒരു കമ്പനിക്ക് ലൈസൻസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ KVKകൾ വഴി ഈ ഒരു 3 ജൈവ കീടനാശിനികൾ ജൈവ കാർഷിക രീതികൾക്കായി ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ പ്രസിദ്ധമായ സാങ്കേതിക വിദ്യയാണ്. വെൽത്ത് ഫ്രം വേസ്റ്റ് എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. ഏറ്റവും അടുത്ത കാലത്തായിട്ടുള്ള CTCRIയുടെ ഒരു സാങ്കേതിക വിദ്യയാണ് സ്മാർട്ട് ഫാമിങ്ങിനായിട്ട് ഞങ്ങളൊരു ഇലക്ട്രോണിക് ഡിവൈസ്, ക്രോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഇലക്ട്രോണിക് ക്രോപ്പ്, IoT ആൻഡ് AI, നിർമ്മിത ബുദ്ധിയും ഇൻ്റർനെറ്റ് ഓഫ് തിങ് അധിഷ്ഠിത സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ ഉപകരണം ക്രോപ്പ് CTCRI വികസിപ്പിക്കുകയും അത് ഇന്ന് ഞങ്ങൾ പല പരീക്ഷണ തോട്ടങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് മലപ്പുറത്തും തിരുവനന്തപുരത്ത് പല പഞ്ചായത്തുകളിലുമൊക്കെ പ്രദർശിപ്പിച്ച് കർഷകർ വളരെ കൺവിൻസ്ഡ് ആയിരിക്കുകയാണ്. അതുവഴി നമുക്ക് വിളവ് വളരെ കൂട്ടാൻ സാധിക്കും, നമുക്ക് ഇൻപുട്ടുകൾ, രാസവളങ്ങൾ, ജലം, ഇതിൻ്റെ എല്ലാം ഉപയോഗം കുറയ്ക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഈ ക്രോപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത്. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ അടിസ്ഥാനമാക്കി CTCRI വികസിപ്പിച്ചെടുത്ത സ്മാർട്ട് ഫാമിംഗ് പോലുള്ള പദ്ധതികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിജയകരമായി നടപ്പിലാക്കി വരുന്നു. ഇത്തരം പദ്ധതികൾ നമ്മുടെ കിഴങ്ങുവർഗ്ഗ വിളകളുടെ ഉത്പാദനം, വ്യാപനം എന്നിവ 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം പോലെ ആധുനിക കാലത്തെ വെല്ലുവിളികൾക്കനുസരിച്ച് കാർഷിക രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ICAR കേന്ദ്ര കിഴങ്ങുവർഗ്ഗ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത സ്മാർട്ട് ഫാമിങ്ങിന് വേണ്ടിയുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഈ കാണുന്നത്. ക്രോപ്പ് എന്നാണ് ഈ ഉപകരണത്തിൻ്റെ പേര്. കർഷകർക്ക് വളം, വെള്ളം തുടങ്ങിയവയുടെ കുറഞ്ഞ ഉപയോഗത്തിലൂടെ തന്നെ ഉൽപ്പാദനം 2 മടങ്ങോളം വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന് തെളിയിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കിഴങ്ങുവർഗ്ഗ വിളകൾ മാത്രമല്ല, ഏത് വിളകളും നമുക്ക് ഈ സാങ്കേതികവിദ്യയ്ക്ക് അനുയോജ്യമാണ്. അതായത് ഇതുവഴി ഞങ്ങളുടെ പരീക്ഷണത്തിൽ തന്നെ മരച്ചീനി, മധുരക്കിഴങ്ങ്, ചേന, വാഴ, പച്ചക്കറികൾ എന്നിവയിലെല്ലാം തന്നെ ഈ പരീക്ഷണം വളരെ വിജയകരമായി ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ സാങ്കേതികവിദ്യയ്ക്ക് 2023 ICAR ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ, ഹോർട്ടിക്കൾച്ചർ സെക്ടറിൽ ഏറ്റവും മികച്ച സാങ്കേതികവിദ്യയ്ക്കുള്ള ഒരു അംഗീകാരം നൽകുകയുണ്ടായി. പിന്നെ അതിനെ തുടർന്ന് ഇതിന് 2024 പേറ്റൻറ്റ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിലെ കാർഷിക രംഗം മൊത്തം സ്മാർട്ട് രീതിയിലേക്ക് മാറ്റുകയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പരിസ്ഥിതിക്ക് അനുയോജ്യമായ പുതിയ കൃഷി സമ്പ്രദായം നിലവിൽ വരുത്തുക തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം ശ്രദ്ധയൂന്നുന്നത്. മരച്ചീനിയിലെ നമുക്കറിയാം, മരച്ചീനിയിലെ കിഴങ്ങ് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റാർച്ച് ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ടും സ്റ്റാർച്ച് ഉൽപ്പാദനം നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. പക്ഷേ നമ്മൾ ഇതിലെ ഇലകൾ മുഴുവൻ നമുക്കത് വേറെ വേസ്റ്റായി പോവുകയാണ്. നമ്മൾ ഈ വേസ്റ്റായി കളയുന്ന ഇലകൾ കൊണ്ടുവന്നിട്ട് നമ്മളൊരു എക്സ്ട്രാക്ഷൻ യൂണിറ്റ്, നമ്മൾ ISROയുടെ സഹകരണത്തോടു കൂടി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള എക്സ്ട്രാക്ഷൻ യൂണിറ്റാണിത്. നമ്മൾ 3 ജനറേഷൻ എക്സ്ട്രാക്ഷൻ യൂണിറ്റ് ഉണ്ട്. നമുക്കത് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ആൻഡ് തേർഡ് ജനറേഷൻ ഇവിടെ കാണാം. നമുക്കതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് അതിൻ്റെ ജനറേഷൻ വേരി ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ജനറേഷൻ, തേർഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഒരു ദിവസം നമുക്കൊരു 100 ലിറ്റർ ഓഫ് ബയോപെസ്റ്റിസൈഡ് എക്സ്ട്രാക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബയോപെസ്റ്റിസൈഡ് കസാവ ലീവ്സ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ മെഷീനിൽ നമ്മൾ ഫീഡ് ചെയ്യുകയാണ്. അതിൽ നമ്മൾ ഓട്ടോമേറ്റഡ് ആണ്. നമുക്കത് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മളത് എക്സ്ട്രാക്ഷൻ നടക്കുന്നുണ്ട്, ചേണിങ്. അതായത് നമ്മളത് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ആക്റ്റീവ് കമ്പോണൻറ്റ് അതായത് കീടങ്ങളെ കൊല്ലാൻ ഉപയുക്തമായിട്ടുള്ള സംയുക്തങ്ങൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. 3 ജൈവ കീടനാശിനികളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞു മേന്മ എന്ന് പറഞ്ഞ ജൈവ കീടനാശിനി നമ്മളത് വെള്ളത്തിൽ മിക്സ്ഡ് ആയിട്ടുള്ളതാണ് അതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. അത് വെള്ളം പോലെ ഇരിക്കും.
ഇതൊരു ഫ്യൂമിഗേറ്റിംഗ്, അതായത് നമ്മൾ നീരായി പോകുന്ന സ്വഭാവമുള്ളതാണ്. ഇത് നമ്മളാണ് ഈ ചെടികളിൽ നമ്മൾ തുറന്നു കയറുന്ന കിഴങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതാണ് ഈ പറഞ്ഞ മേന്മ എന്ന് പറഞ്ഞ ജൈവ കീടനാശിനി. കൂടാതെ നന്മ എന്ന് പറഞ്ഞ ജൈവ കീടനാശിനി ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീരൂറ്റി കുടിക്കുന്ന കിടങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ശ്രേയ എന്ന് പറഞ്ഞത് കാണാം, മീലി മൂട്ടകൾക്കെതിരെയുള്ള ഉപയോഗിക്കുന്നതാണ്. ഇത് മൂന്നുമാണ് നമ്മൾ ഈ പറഞ്ഞ ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ വാഴയിലെ തടതുറപ്പിനെതിരെയുള്ള വർക്ക് നമ്മൾ RKVY രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് വാഴകൾ കേരളത്തിൽ തമിഴ്നാട്ടിൽ ടെസ്റ്റ് ചെയ്തു. അത് നമ്മൾ രാസകീടനാശിനി അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേക ഒരു നീഡിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വാഴയിൽ പലതരത്തിലുള്ള ഷീത്തുകളുണ്ട്. ഇതിലൂടെ നമ്മൾ സാധാരണ ഒരു നീഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്കിൻ്റെ ഫൈബർ നാരുകൾ കയറും. അതുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള നീഡിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, മുകൾ ഭാഗം ക്ലോസ് ചെയ്തിട്ട് സൈഡിലേക്ക് കുറേ ചെറിയ സൂക്ഷ്മങ്ങളുണ്ടാവും. ഇത് വെച്ച് നമ്മൾ എവിടെയാണോ ഈ തടപ്പുഴു തുളച്ച് കയറുന്നത് അതിൻ്റെ താഴെയാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ അടിയിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഇത് 3 ഭാഗങ്ങളായിട്ട് 1, 2, 3 ഇങ്ങനെ 3 ഭാഗങ്ങൾ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഗേഷ്യ സ്വഭാവമുള്ളതുകൊണ്ട്, വാതക സ്വഭാവമുള്ളതുകൊണ്ട് അതിന് മുകളിലേക്ക് അതിൻ്റെ നീരായി പോയിട്ട് നമ്മൾ കീടങ്ങളെ മൊത്തം കൊല്ലുകയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ് വീണ്ടും നമ്മൾ അതിനുള്ള വർക്ക് നടക്കുകയാണ്. കൂടുതൽ ജൈവ കീടനാശിനികൾ കൂടുതൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. കൂടാതെ നമുക്ക് ഇതിനുള്ള ഈ യൂണിറ്റിൽ നിന്ന് പുറത്തു വരുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബയോപെസ്റ്റിസൈഡ് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വരുന്ന വേസ്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ ബയോഗ്യാസ് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് ബയോഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ നമ്മളത് അതിന് കാറ്റിൽ ഫീഡ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ഫിഷ് ഫീഡ് ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ഈ സംയുക്തത്തിൻ്റെ വേസ്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, ജലാംശം പിടിച്ചെടുക്കാൻ വളരെയധികം കഴിവുള്ളതുകൊണ്ട് നമ്മളത് ഈ പറഞ്ഞ നമ്മൾ കയർപ്പിത്ത് കമ്പോസ്റ്റ് പോലെ നമുക്ക് മണ്ണിൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ അടുത്തുള്ള പാരലായിട്ടുള്ള അതിൻ്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു ജൈവ കീടനാശിനി ഉൽപ്പാദിപ്പിക്കുന്ന ടെക്നോളജി നമ്മൾ പേറ്റന്റ് ടെക്നോളജിയാണ്. ഇതിൽ ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി വർഷങ്ങളുടെ ഗവേഷണം ഇതിൻ്റെ പുറകിലുണ്ട്. നമുക്കൊരു 10 വർഷമായിട്ട് ഇപ്പോൾ ഈ യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ഈ പറഞ്ഞ ടെക്നോളജി നമുക്കൊരു ഇൻഡസ്ട്രിയിലും കൈമാറിയിട്ടുണ്ട്, നോൺ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇൻഡസ്ട്രിയും കൈമാറിയിട്ടുണ്ട്. അവർ ഇതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്നുണ്ട്. തൃശ്ശി ബേസ്ഡ് ഒരു കമ്പനിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. മണ്ണിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ട് സുസ്ഥിര വിളവിലൂടെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിന് CTCRA നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. സുസ്ഥിരമായ സസ്യപോഷണ മാർഗങ്ങൾ ഒരുപാടുണ്ട്. സംയോജിതമായ വളപ്രയോഗം, സ്ഥാനാധിഷ്ഠിത ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ വികസിപ്പിച്ചെടുത്ത സ്ഥാനാധിഷ്ഠിത വളപ്രയോഗം, അത് ചെന്ന് അവസാനിച്ചത് ഒരുപാട് കസ്റ്റമൈസ്ഡ് വളങ്ങളിലേക്കാണ്. അതായത് മിശ്രിതങ്ങൾ എന്ന് പറയുമ്പോൾ കൂട്ടുവളങ്ങൾ, അതും ഓരോ കിഴങ്ങു വിളയ്ക്കും പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് കാരണം ഒരു 25 മുതൽ 30% അധിക വിളവും ഗുണമേന്മയുള്ള കിഴങ്ങുകളും മൂലക നഷ്ടവും അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അപ്പം നമ്മൾ എത്രത്തോളം വളം കൊടുക്കുന്നു അതിനനുസരിച്ച് പ്രതികരിക്കുന്ന വിളകളാണ് കിഴങ്ങുവർഗ്ഗ വിളകൾ. അപ്പോൾ ഇതിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇതാണ് പ്രധാനമായിട്ടും കൃഷിക്കാർ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ. ഇതിൽ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകത്തെ നമ്മൾ കീ ന്യൂട്രിയൻ്റ് എന്ന താക്കോൽ മൂലകം എന്നാണ് പറയുന്നത്. കാരണം ഏത് മൂലകങ്ങൾ നമ്മൾ കിഴങ്ങുവർഗ്ഗ വിളകൾക്ക് കൊടുത്തില്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട മൂലകമാണ് പൊട്ടാസ്യം. അപ്പം പൊട്ടാസ്യം ഉപഭോഗശേഷിയുള്ള ഒരു ഇനം നമ്മൾ 2015 കൃഷിക്കാർക്ക് വേണ്ടി പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ശ്രീ പവിത്ര. കാരണം സാധാരണ കിഴങ്ങുവർഗ്ഗ വിളകൾ അല്ലെ മരച്ചീനിയുടെ പൊട്ടാസ്യത്തിൻ്റെ റെക്കമെൻഡേഷൻ ശുപാർശ എന്ന് പറയുന്നത് 1 ഹെക്ടറിന് 100 കിലോഗ്രാം എന്നുള്ളതാണ്. അപ്പം ഈ ഇനം ഉപയോഗിക്കുവാണെങ്കിൽ നമുക്കിതിൻ്റെ ഉപയോഗം 50% വരെ കുറയ്ക്കാനായിട്ട് പറ്റും. അതാണ് ഈ പൊട്ടാസ്യം ഉപയോഗശേഷിയുള്ള ഇനമായ ശ്രീ പവിത്ര. ഈ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം 2024 നമ്മൾ 2 ഇനങ്ങൾ വേറെ പുറത്തിറക്കുകയുണ്ടായി. അതാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഈ 3 മൂലകങ്ങളും ഒരുമിച്ച് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് സാധാരണ റെക്കമെൻഡേഷൻ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്ന് പറയുന്നത് 100, 50, 100 എന്നുള്ളതാണ്. ഇത് നമുക്ക് 4-1 കുറയ്ക്കാൻ പറ്റും ഈ 2 ഇനങ്ങൾ ഉപയോഗിച്ചാൽ. ആ 2 ഇനങ്ങളാണ് ശ്രീ അന്നം, ശ്രീ മന്ന എന്നുള്ളത്. അപ്പോൾ ഈ മൂലക ഉപയോഗശേഷിയുള്ള ഇനങ്ങൾ എനിക്ക് തോന്നുന്നു ലോകത്തിൽ ആദ്യമായിട്ട് നമ്മൾ
ഈ മരച്ചീനിയിൽ നമ്മൾ പുറത്തിറക്കിയ ഈ 3 ഇനങ്ങൾ 2015 ഇനം, അതുകൂടാതെ 2024 നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഉപയോഗശേഷിയുള്ള ശ്രീ അന്നം, ശ്രീ മന്നം. ബയോ എത്തനോൾ പോലുള്ള നൂതന ഇന്ധനങ്ങളുടെ ഉത്പാദനം, ഗവേഷണം എന്നിവയിലും ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ രൂപകൽപ്പനയിലും CTCRI മുന്നേറ്റം കൈവരിക്കുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പ്രോഡക്റ്റുകൾ എന്ന് പറയുമ്പം പ്രധാനമായും ബയോ എഥനോൾ, അതിന് നമുക്കൊരു ടെക്നോളജി ഉണ്ട് CTCRIക്ക്. അതിൻ്റെ പൈലറ്റ് സ്കെയിൽ ഡെവലപ്മെൻറ്റിനുള്ള റിസർച്ച് ഗവേഷണം ഇപ്പോൾ നടന്നു വരുന്നുണ്ട് നീസ്റ്റുമായിട്ടുള്ള കൊളാബറേഷനിലൂടെ. പിന്നെ അതുകൂടാതെ വിവിധ തരം മോഡിഫൈഡ് സ്റ്റാർച്ചുകൾ, അത് വിവിധ തരം ഇൻഡസ്ട്രിക്കുള്ളതാണ്. ടെക്സ്റ്റൈൽ, പേപ്പർ, അഡ്ഹസീവ് തുടങ്ങിയ ഇൻഡസ്ട്രികൾക്ക് അനുയോജ്യമായിട്ടുള്ള വിവിധ തരം മോഡിഫൈഡ് സ്റ്റാർച്ചുകൾ, പിന്നെ പാർട്ടിക്കിൾ ബോർഡ്, അതുപോലെ മിനിമലി പ്രോസസ്ഡ് ആയിട്ടുള്ള കിഴങ്ങുകൾ, ഇങ്ങനെയുള്ള ധാരാളം വ്യാവസായിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഡിവിഷനിൽ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. പ്രോസസ്സിങ്ങിന് ആവശ്യമായ മെഷീനറികൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായും ഹാർവെസ്റ്ററുകൾ, പീലർ, പിന്നെ ചിപ്പിംഗ് മെഷീനുകൾ, പിന്നെ ഈ ട്യൂബറുകളിൽ നിന്ന് മാവ് വേർതിരിക്കുന്നതിനുള്ള സ്റ്റാർച്ച് എക്സ്ട്രാക്ഷൻ മെഷീനുകൾ, ഇതൊക്കെയാണ് പ്രധാന. ഇപ്പോൾ അതുപോലെ ഒരു ഗ്രേഡറുണ്ട് നമുക്ക്, ചൈനീസ് പൊട്ടറ്റോ ഗ്രേഡർ. അതിന് നമുക്കൊരു പേറ്റൻറ്റ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പേറ്റൻറ്റും കഴിഞ്ഞ വർഷം ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇതുപോലെയുള്ള മെഷീനറികൾ ഇതിൽ നമുക്ക് ഗവേഷണം നടന്നു വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മളുടെ സെക്ഷനിൽ PhD, MSc പ്രോജക്റ്റുകൾ, പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ടുള്ള ഗവേഷണ പ്രോജക്റ്റുകളും നടന്നു വരുന്നുണ്ട്. രണ്ട് പതിറ്റാണ്ട് കാലമായി ജൈവ കൃഷി മേഖലയിൽ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള കൃഷിരീതികൾ, ജൈവ കൃഷിരീതികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ കിഴങ്ങുവിളകളിലും അതുപോലെ കിഴങ്ങുവിളകൾ ഉൾപ്പെടുന്ന വിള സമ്പ്രദായങ്ങൾ എന്ന് പറഞ്ഞാൽ കിഴങ്ങുവിളകൾ ഇടവിളയായിട്ട് ചെയ്യുന്ന പച്ചക്കറിക്കും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളും ഒക്കെയുള്ള വിവിധതരം കൃഷി സമ്പ്രദായങ്ങൾക്കും വേണ്ട ജൈവ കൃഷി രീതി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് സുസ്ഥിരമായ വിളവ്, അതുപോലെ ഗുണമേന്മയുള്ള കിഴങ്ങ്. എടുത്തു പറയേണ്ടത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ടിയാണ്, മണ്ണിൻ്റെ ക്വാളിറ്റിയാണ്. അതുപോലെ കർഷകന് ഒരു 20-40% അധിക വരുമാനവും ലഭ്യമാകുന്നു എന്നുള്ളതാണ്. റൂട്ട് സ്മാർട്ട് നമ്മുടെ പൊതുജനങ്ങൾക്കായിട്ട് ഇവിടെ ഓൾറെഡി ഒരു സെയിൽസ് കൗണ്ടറുണ്ട്. നമ്മുടെ കിഴങ്ങ് വിളകളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും, കിഴങ്ങ് വിളകളും അതിൻ്റെ തൈകളും നടീൽ വസ്തുക്കളും മരച്ചീനി തുടങ്ങിയ കിഴങ്ങുകളും എല്ലാം CTCRIയിൽ നിന്ന് പൊതുജനങ്ങൾക്കായിട്ട് എല്ലാ ദിവസവും വിൽപ്പനയുണ്ട്. അതിനെ ഒന്നുകൂടി ഞങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് റൂട്ട് സ്മാർട്ട് എന്ന് പറയുന്നതിൽ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങളുടെ സാങ്കേതിക വിദ്യകളും, ഉദാഹരണമായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണ്. അവിടുത്തെ മഞ്ഞൾ അല്ലെങ്കിൽ അവിടുത്തെ ഇഞ്ചി തുടങ്ങിയ ഇനങ്ങളൊക്കെ നമ്മൾ അവിടെ പോയി വാങ്ങിക്കുന്നതിന് പകരമായി തിരുവനന്തപുരത്ത് നിന്ന് ഒരു കർഷകർക്ക്, സന്ദർശകർക്ക് അത് വാങ്ങിക്കാനുള്ള സൗകര്യവും CTCRIയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. CPCRI കാസർഗോഡിൻ്റെ ആയാലും IIHR ബാംഗ്ലൂരിൻ്റെ ആയാലും ഇവരുടെ എല്ലാം നമുക്ക് കേരളത്തിലേക്ക് വേണ്ട കൃഷിയുടെ പച്ചക്കറി വിത്തുകളും മറ്റു ഉൽപ്പന്നങ്ങളും എല്ലാം ഒരു കുടക്കീഴിൽ ഞങ്ങൾ കൊണ്ടുവന്ന് കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനായിട്ട് തുടങ്ങിയ ഒരു സംവിധാനമാണ് റൂട്ട് സ്മാർട്ട് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ ഓരോ സാധനങ്ങൾ ഇപ്പം നമ്മുടെ കാറ്, ഡ്രസ്സ് എല്ലാം കസ്റ്റമൈസ് ചെയ്യും. അതുപോലെ നമുക്ക് വളങ്ങളും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ മണ്ണിൽ എത്ര ഉണ്ട്, ചെടിക്ക് എത്ര ആവശ്യമുണ്ട്, ഇത് രണ്ടും കൂടെ നോക്കിയിട്ട് നമ്മൾ എത്രമാത്രം ഈ കിഴങ്ങുവർഗ്ഗ വിളകൾക്ക് ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ കൃഷിക്കാർക്ക് പറഞ്ഞു കൊടുക്കും. മരച്ചീനിയിൽ മൊസൈക്ക് രോഗം, അതാ കുരുടിപ്പ് രോഗം, ഇലപ്പുള്ളി രോഗം, കിഴങ്ങഴുകൽ രോഗം, ചേമ്പിലെയും കാച്ചിലെയും ഇലപ്പുള്ളി രോഗം, പിന്നെ മധുരക്കിഴങ്ങിലുള്ള പലതരം വൈറസ് രോഗങ്ങൾ, ചേനയിലെ കടച്ചീയൽ രോഗം, നമ്മൾ സംഭരിച്ച് വെക്കുമ്പോഴുള്ള രോഗങ്ങൾ, ഇവയാണ് പ്രധാനമായിട്ടുള്ള കിഴങ്ങ് വിളകളിലെ രോഗങ്ങൾ. ഇവയ്ക്കെല്ലാം തന്നെ ജൈവ രീതിയിലും സംയോജിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെയുമുള്ള നിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഒട്ടാകെയുള്ള
കൃഷിക്കാരെല്ലാം ഇത് ഉപയോഗിക്കുന്നുമുണ്ട്. Since inception, our division has developed 77 improved varieties, out of which 22 varieties are in cassava, 21 varieties in sweet potato, 18 varieties are in yam, and 12 varieties in edible arrowheads, among which 2 are elephant foot yam and 10 colocasia. And we have also developed 3 arrowroot varieties and 1 minor tuber crops in coleus potato. And we are mainly focusing on the biofortified varieties. In the recent past, our scientists have been developed very good biofortified varieties in sweet potato, particularly the Bhu Krishna, which is the purple fleshed sweet potato rich in anthocyanin, and the Bhu Sona, which is orange fleshed sweet potato, which is rich in beta carotenoid, which is a precursor of vitamin A. ജൈവ കൃഷിയിലൂടെ കിഴങ്ങുവർഗ്ഗ വിളകൾക്ക് കൂടുതൽ പ്രചാരം നൽകുന്നതിനായി ശ്രീകാര്യത്തെ CTCRA കർഷകർക്കും വിദ്യാർത്ഥികൾക്കും വിവിധ പരിശീലന പദ്ധതികൾ നടത്തിവരുന്നു. കപ്പാസിറ്റി ബിൽഡിംഗ് ട്രെയിനിങ് എന്ന് പറയുന്നത് CTCRAയുടെ ഒരു പ്രധാന മേഖലയാണ്. എല്ലാ ദിവസവും അല്ലെങ്കിൽ മിക്കവാറും എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും CTCRAയിൽ സന്ദർശകരെത്താറുണ്ട്. നമ്മുടെ കൃഷി വകുപ്പും ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളും അതുപോലെയുള്ള കർഷക കൂട്ടായ്മകളും ഒക്കെ ആയിട്ട് ഇവിടെ വരികയും അവർക്ക് വേണ്ട പരിശീലനങ്ങൾ, അവരുടെ ഡിമാൻഡ് അനുസരിച്ചുള്ള പരിശീലനങ്ങൾ ഇവിടെ റെഗുലറായിട്ട് CTCRA നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നും CTCRAയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകരുടെ ഒരു കൂട്ടായ്മ എത്തി അവർക്ക് ജൈവ കൃഷി, കിഴങ്ങ് വിളകളുടെ ജൈവ കൃഷി രീതിയെപ്പറ്റി ഒരു പരിശീലനം നടത്തുന്നുണ്ട്. ഞങ്ങളിവിടെ അനന്തപുരി ജൈവ കൃഷി പഠന കളരിയുടെ കീഴിലുള്ള ഒരു 65 കർഷകരെയും കൊണ്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കിഴങ്ങ് വിളകളെക്കുറിച്ചുള്ള കൃഷി രീതികളും അതിൻ്റെ നടീൽ വസ്തുക്കളെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ വിള പരിപാലനം, അതുകൂടാതെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും അതിൻ്റെ വിപണനം, അതിനെക്കുറിച്ചൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. മരച്ചീനിയിൽ തണ്ടും വേരും ചീയൽ, ഇത് 2019 കൊട്ടാരക്കരയിൽ നിന്നാണ് ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇത് വരുന്നുണ്ട്. അതിൻ്റെ പഠനങ്ങൾ തെളിയിച്ചതെന്ന് പറഞ്ഞാൽ, ഒന്ന് അമ്ലത്വം, രണ്ടാമത് നീർവാർച്ചക്കുറവ്, അസന്തുലിതമായ വളപ്രയോഗം, ഇവയാണ് പ്രധാന കാരണങ്ങൾ. ഫ്യൂസേറിയം എന്നൊരു കുമിളാണ് പ്രധാനമായിട്ട് രോഗമുണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇതിനുള്ള നിയന്ത്രണ മാർഗങ്ങൾ വികസിപ്പിച്ചെടുത്തു. അതായത് മണ്ണ് ആദ്യമായിട്ട് പരിശോധിക്കുന്നത് മുതൽ ജൈവവളങ്ങൾ ധാരാളമായി ചേർത്ത് കൊടുക്കുക, സന്തുലിതമായ വളപ്രയോഗം നടത്തുക, ഏറ്റവും അവസാനമായിട്ട് എത്രയ്ക്ക് തീവ്രത ഏറിയതാണെങ്കിൽ കുമിൾനാശിനി ഉപയോഗം, ഇവയെല്ലാം ചേർത്തിട്ടുള്ള ഒരു പാക്കേജ് വികസിപ്പിച്ച് അതായത് കൃഷിയിടത്തിൽ വാലിഡേറ്റ് ചെയ്ത് കർഷകർക്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 60% കേരളത്തിലെ മണ്ണിൽ ഈ ബോറോണിൻ്റെ സാന്നിധ്യം വളരെ കുറവാണ്. അപ്പം ഈ ബോറോണിൻ്റെ സാന്നിധ്യം കുറയുമ്പോൾ പ്രധാനമായിട്ടും കിഴങ്ങുവർഗ്ഗങ്ങളുടെ കിഴങ്ങുകളെയാണ് അത് ബാധിക്കുന്നത്. അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഗവേഷണം നടത്തിയതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ്, അതിൻ്റെ പോഷക പരിപാലന മാർഗം നമ്മൾ കണ്ടുപിടിച്ച് കൃഷിക്കാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സ്ട്രാറ്റജി തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. രാസവളം, ജൈവവളം, ജീവാണുവളം, ഇത് മൂന്നും കൂടെ ചേർത്തുള്ള പരിപാലന രീതിക്കാണ് നമ്മൾ സംയോജിത വളപ്രയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ രാസവളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആദ്യം തൊട്ടേ ഉള്ളൊരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുപാർശ, അതിനകത്ത് നമ്മൾ മണ്ണിൽ എത്ര ഉണ്ടെന്നോ ചെടിക്ക് എത്ര ആവശ്യമുണ്ടെന്നോ ഒന്നും നോക്കാതെ നമ്മളൊരു ശുപാർശ പ്രകാരം നമ്മൾ ഈ വിളകൾക്ക് വളം ചെയ്യുന്നു. മണ്ണ് പരിശോധന നടത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷിക്കാർക്ക് വളപ്രയോഗത്തിൻ്റെ നിർദ്ദേശം കൊടുക്കാറുണ്ട് എല്ലാ വിളകൾക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഒരു ഡയറി യൂണിറ്റ്, 10 പശുക്കൾ ഉൾപ്പെടുന്ന ഒരു ഡയറി യൂണിറ്റ് നടപ്പിലായി വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ചാണകം, ഇത് ഒരു വർഷം
ഒരു 54 ടൺ ചാണകവും 10 പശുക്കളിൽ നിന്ന് 32,000 ലിറ്റർ ഗോമൂത്രവും ഒക്കെ ലഭ്യമാകുന്ന സ്ഥിതിക്ക് നമ്മൾ തന്നെ ദ്രാവക രൂപത്തിലുള്ള പല വളങ്ങളും, ജൈവവളങ്ങളും, പഞ്ചഗവ്യ, ജീവാമൃതം, ബീജാമൃതം, ഇവയൊക്കെ, വെർമി വാഷ്, പിന്നെ ഗോമൂത്രം, ഇവയെല്ലാം ഉപയോഗിക്കാം. CTCRI ഒരു ഗവേഷണ കേന്ദ്രമാണ്. അതുകൂടാതെ ഒരു വിദ്യാർത്ഥികൾക്ക് ധാരാളം ഇവിടെ വരുന്നുണ്ട്. ഒരു വർഷം ഏകദേശം ഒരു 70ഓളം MSc PhD വിദ്യാർത്ഥികൾ 9 സർവകലാശാലകളുമായി ഞങ്ങൾ അഫിലിയേറ്റഡ് ആണ്. അവിടെ നിന്ന് ഒരു 70ഓളം MSc PhD വിദ്യാർത്ഥികൾ എല്ലാ വർഷവും CTCRIയിൽ വരികയും അവരുടെ ഗവേഷണ പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാത്തിലും കൂടെ CTCRI ഉദ്ദേശിക്കുന്നത് സയൻസ് വിത്ത് എ ഹ്യൂമൻ ഫേസ്. കർഷകരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സയൻസ് ആണ് CTCRIയിൽ ശാസ്ത്രജ്ഞന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവഴി കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, നമ്മളുടെ പരിസ്ഥിതി സംരക്ഷിക്കുക, നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക. ഭാവിയിൽ 2047 നമ്മുടെ രാജ്യം ഒരു വികസിത രാജ്യമാകുമ്പോൾ ഇന്നുള്ള 145 കോടി ജനങ്ങൾ 165 കോടി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു ടാർഗറ്റോട് കൂടിയ ഏരിയ എക്സ്പാൻഷനും ഉൽപ്പാദനവും കൂട്ടുന്നതിനുള്ള എല്ലാ പദ്ധതികളും ഒരു റോഡ് മാപ്പ് തയ്യാറാക്കിയാണ് CTCRI അതിൻ്റെ R&D പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വെല്ലുവിളികൾ എന്നും കാർഷിക മേഖലയിൽ ഒരു തുടർ സംഭവമാണ്. അതിനുള്ള പരിഹാരമാർഗ്ഗങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. പ്രധാനമായിട്ട് നമ്മൾ ഭാവിയിൽ ലക്ഷ്യമിടുന്നത് ഏറ്റവും പ്രധാനമായിട്ട് കർഷകരിലേക്ക് പുതിയ ഇനങ്ങൾ വളരെ വേഗം എത്തിക്കണം. സീഡ് റീപ്ലേസ്മെൻറ്റ് റേറ്റിനെ പറ്റി ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഒരു 15-20% ഓരോ വർഷവും പുതിയ ഇനങ്ങൾ ഇപ്പോൾ കൃഷി ചെയ്യുന്ന മേഖലകളിൽ വ്യാപിപ്പിച്ചുകൊണ്ട് ഒരു 4-5 വർഷം കൊണ്ട് 100% മേഖലയിലും പുതിയ ഇനങ്ങൾ എത്തിക്കുകയും അതുവഴി നമ്മളുടെ ഉൽപ്പാദനം നമ്മൾ ഇന്നത്തെ നിന്നൊരു 25 മുതൽ 30% വർദ്ധിപ്പിക്കുകയും എന്നുള്ളത് CTCRIയുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. രണ്ടാമതായിട്ട് CTCRIയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് ജീനോം എഡിറ്റിംഗ്. കാർഷിക അല്ലെങ്കിൽ ഗവേഷണ മേഖലയിലെ ഏറ്റവും അത്യന്താധുനികമായ ഒരു രീതിയാണ്, ഒരു ടെക്നിക്കാണ് ജീനോം എഡിറ്റിംഗ്. മനുഷ്യൻ്റെ എല്ലാ മേഖലയിലും നടക്കുന്നതായിട്ടാണ്. അപ്പോൾ ഒരു ജീനോം എഡിറ്റിംഗ് ലാബ് ഇവിടെ ഞങ്ങളിപ്പോൾ തുടങ്ങി. പുതിയ ഇനങ്ങൾ, അതായത് മരച്ചീനി കഴിക്കുമ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാമോ എന്നുള്ള ചോദ്യവും, തീർച്ചയായിട്ടും മരച്ചീനിയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഒക്കെ വളരെ കൂടുതലായതുകൊണ്ട് അത് അധികം പ്രൊമോട്ട് ചെയ്യാത്തത് കാരണം ഡയബറ്റിക് പേഷ്യൻസിനും കൂടി കഴിക്കാൻ പറ്റുന്ന മരച്ചീനി ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് CTCRIയുടെ ഒരു പുതിയ ലക്ഷ്യമാണ്. അതിനായിട്ടാണ് ഞങ്ങൾ ജീനോം എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർച്ചിൻ്റെ ഘടന, അമൈലോപെക്റ്റിൻ റേഷ്യോ മാറ്റിക്കഴിഞ്ഞാൽ മരച്ചീനി ഒരു റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചായിട്ട് മാറും. അതിലൂടെ തീർച്ചയായിട്ടും അത് ഷുഗർ വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് തടയാൻ സാധിക്കും. അത് ഞങ്ങളുടെ പുതിയ പദ്ധതി, അടുത്ത വർഷങ്ങളിലെ പദ്ധതിയിലെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് ഞങ്ങൾ മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാർഷിക ഗവേഷണ മേഖലകൾക്ക് നൽകിയ ഒട്ടേറെ വിലപ്പെട്ട സംഭാവനകളിലൂടെ CTCRI പോലുള്ള മികവിൻ്റെ കേന്ദ്രങ്ങൾ ലോകത്തിനു മുന്നിൽ ഭാരതത്തിൻ്റെ യശസ്സ് വാനോളം ഉയർത്തുന്നു. ജനക്ഷേമത്തിൻ്റെ ഇന്നത്തെ അധ്യായം പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.